പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യ മുതലെന്നും നയിക്കും തന്നെയാകി. ലെറ്റർ ഓഫ് ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടു ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ ചാനലിൽ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ശരീരാകൃതിയെ പറ്റിയുള്ള ചില ഐതിഹ്യങ്ങളാണ്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യാവതാരം നടന്നപ്പോൾ കർത്താവിന് ഏത് ശരീരാകൃതിയാണ് പിതാവ് കൊടുത്തതെന്നും അതിന് ആധികാരികമായോ പ്രാമാണികമായോ ഉള്ള അങ്ങനെ അവകാശപ്പെടാവുന്ന ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല. എങ്കിലും ചില ഐതിഹ്യങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. പാവനിയായ സ്ത്രീ അവനെ സുഗന്ധതൈലം പൂശുവാൻ വന്നപ്പോൾ ആ ശീമോൻ്റെ ഭവനത്തിൽ വെച്ച് പെട്ടെന്ന് അവൾ കർത്താവിനെ തിരിച്ചറിയുകയാണ്. അപ്പം അത്രമാത്രം തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അവൻ സുന്ദരനും രാജകീയ മുഖഭാവമുള്ളവരും ആയിരുന്നിരിക്കണം. അങ്ങനെ ആകാനേ വഴിയുള്ളൂ. രാജാക്കന്മാരുടെ ഗോത്രമാണ് യഹൂദ ഗോത്രം. ആ ഗോത്രത്തിൽ പിറന്നവൻ രാജകീയ പ്രൗഢിയിലായിരിക്കും, ഒരു സംശയമില്ല. ദാവീദ് യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാണ്. യോസേഫ് ദാവീദ് വംശത്തിൽപ്പെട്ടവനാണ്. മറിയാമും ദാവീദ് വംശത്തിൽപ്പെട്ടവളാണ്, ഒരു സംശയമില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ രാജകീയ പ്രാഭവം മുഖത്തുണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കിയാണ് മഗ്ദലന മേരി അവനെ തിരിച്ചറിഞ്ഞത്. മഗ്ദലന മേരിയെ പറ്റി പാപിനിയായ സ്ത്രീ, അവൾ മഗ്ദലന മേരിയാണെന്ന് ഉറപ്പൊന്നുമില്ല. അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണെന്നും ഉറപ്പില്ല. അവൾ ശബരിയാകാരി സ്ത്രീ ആയിരുന്നു എന്നും ഉറപ്പില്ല. അപ്പം മഗ്ദലന മേരി അല്ല, ശബരിയാകാരി സ്ത്രീ അല്ല, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളുമല്ല എന്നാണ് പല വേദശാസ്ത്ര വിദഗ്ധന്മാരുടെ അഭിപ്രായം. എങ്ങനെയായാലും അവൾ കർത്താവിനെ തിരിച്ചറിഞ്ഞു. അതൊരു പ്രധാന സംഗതിയാണ്. മറ്റൊന്ന്, യേശുവിൻ്റെ അത്ഭുതകരമായ ആകാരത്തെപ്പറ്റി ഒരു ചിത്രം വരയ്ക്കണം എന്ന് അപ്പോസ്തലന്മാർ കലാകാരനായ ലൂക്കോസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും. കാരണം പരിശുദ്ധ ദേവമാതാവിൻ്റെ ചിത്രം ലൂക്കോസ് വരച്ചിട്ടുണ്ട്. അതിപ്പോഴും യെരുശലേമിൽ മർക്കോസിൻ്റെ മാളികയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ അഭ്യർത്ഥന അനുസരിച്ച് ലൂക്കോസ് 3 ദിവസം ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു, ധ്യാനത്തിലുമായിരുന്നു കർത്താവിൻ്റെ ചിത്രം വരയ്ക്കുവാൻ അവൻ ഉദ്യമിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഒഴിഞ്ഞ ക്യാൻവാസിൽ ആ പരിശുദ്ധമായ വദനം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം പറയുന്നത്. മറ്റൊന്ന്, രക്തസ്രാവത്തിൽ നിന്ന് മുക്തയായ സ്ത്രീ തന്നെ ഈ മഹാരോഗത്തിൽ നിന്ന് അനേകം രൂപ ചെലവ് ചെയ്തു, അനേകം വൈദ്യന്മാരെ കണ്ടു, സുഖം കിട്ടത്തില്ല. 12 കൊല്ലേ രക്തസ്രാവം സഹിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ യേശുവിൻ്റെ തൊങ്ങലിൽ, യഹൂദന്മാരുടെ ഒരു പ്രത്യേക രീതിയാണ് അവരുടെ വസ്ത്രം, തൊങ്ങലുകളുണ്ടാവും. ആ തൊങ്ങലിനെ തൊട്ടപ്പോഴേ സുഖം പ്രാപിച്ചു. ഇവൻ അത്ഭുതകരമായ ഒരു മനുഷ്യനെ അവൾ തീരുമാനിച്ചു. അവൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. ആ ഉറച്ച വിശ്വാസമാണ് അവളെ രക്ഷിച്ചത്. മകളെ നിൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ഒരു ചിത്രം വരയ്ക്കണമെന്ന്
അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അവൾ പല പ്രാവശ്യം എടുത്ത് വരച്ചു, പക്ഷേ വ്യക്തമായ രൂപം കിട്ടുന്നില്ല. അവസാനം വരച്ചതിന് വേണ്ടാന്ന് വിചാരിച്ച് അവൾ നിർത്തി. ഒരിക്കലും അവളുടെ വീട്ടിൽ കർത്താവ് അതിഥിയായിട്ട് വന്നു. ഭക്ഷണം കഴിച്ച് കൈ കഴുകിയപ്പോഴേ തുടയ്ക്കാനായിട്ട് ഒരു തുണി എടുത്തു കൊടുത്തു, ഒരു വസ്ത്രം എടുത്തു കൊടുത്തു. കർത്താവിൻ്റെ മുഖം തുടച്ച തുണിയിൽ അവൻ്റെ രൂപം ഉണ്ടായിരുന്നു എന്ന് പറയും. വെറോനിക്കയെ പറ്റി നമുക്കറിയാമല്ലോ. ഒരു പക്ഷേ ഈ സ്ത്രീ വെറോനിക്ക ആയിരുന്നിരിക്കാമെന്നാണ് പറയുന്നത്. ആ ഗോകുൽത്തായിലേക്കുള്ള ഭയാനകമായ യാത്രയിൽ രക്തവും വിയർപ്പും കട്ട പിടിച്ചിരിക്കുന്ന അവൻ്റെ മുഖം തുടച്ചവളാണല്ലോ വെറോനിക്ക. അപ്പോൾ ആ തുണിയിൽ കർത്താവിൻ്റെ രൂപം കിട്ടിയെന്നാണ് പറയുന്നത്. ലൂക്കോസ് വരച്ചതെന്ന് പറയപ്പെടുന്ന ചിത്രത്തെപ്പറ്റി 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രീറ്റിലെ ആൻഡ്രൂ പറയുന്നത്, ലൂക്കോസ് ചിത്രം വരയ്ക്കണമെന്ന് അപ്പോസ്തലന്മാർ ആവശ്യപ്പെട്ടിരുന്നു, അവൻ വരച്ചു. ചിത്രത്തെപ്പറ്റി 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രീറ്റിലെ ആൻഡ്രൂ പറയുന്നത്, നീണ്ട മുഖം, കൂട്ടിമുട്ടുന്ന പുരികങ്ങൾ, മുന്നോട്ട് അല്പം കുനിഞ്ഞ ശിരസ്, അവയവപ്പൊരുത്തമുള്ള ആകാരം എന്നാണ് ആൻഡ്രൂ പറയുന്നത്. നീണ്ട മുഖം, കൂട്ടിമുട്ടുന്ന പുരികങ്ങളും, മുന്നോട്ട് അല്പം കുനിഞ്ഞ ശിരസ്, അവയവപ്പൊരുത്തമുള്ള ആകാരം എന്നാണ്. കുറെ കഴിഞ്ഞ് എപ്പിഫാനസ് എന്ന ഒരു ഗ്രീക്ക് സന്യാസി യേശുവിന് 6 അടി പൊക്കമുണ്ടെന്ന് എഴുതി വെച്ചു. ഞാൻ വേറൊരു പുസ്തകത്തിൽ വായിച്ചത് യേശുവിന് 6 അടി 2 ഇഞ്ച് പൊക്കമുണ്ടായിരുന്നു എന്ന്. കറക്റ്റായിട്ടപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല, എങ്കിലും അങ്ങനെയാണ് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. അതേസമയം ഗോലിയാത്തിന് 9 അടി പൊക്കം ഉണ്ടായിരുന്നു എന്ന് പറയും. അതിനടുത്ത വട്ടവും ഒരു ആചാര ബാഹുവായിരുന്നല്ലോ ഗോലിയാത്ത്. യേശുവിന് 6 അടി 2 ഇഞ്ച് പൊക്കം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. നീണ്ട മൂക്കും ഗോതമ്പ് നിറവും കറുത്ത പുരികങ്ങളും ചെമ്പിച്ച മുടിയും ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, അമ്മയോട് വളരെ സാദൃശ്യമുള്ള മുഖമായിരുന്നു എന്നുകൂടി ഈ എപ്പിഫാനസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീണ്ട മൂക്കും നിറവാട്ട ഗോതമ്പിൻ്റെ നിറവും കറുത്ത പുരികങ്ങളും ചെമ്പിച്ച മുടിയും ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, അമ്മയോട് വലിയ സാദൃശ്യമുള്ള മുഖഭാവമായിരുന്നു അവനുണ്ടായിരുന്നെന്ന് പറയും. സ്വാഭാവികമായിട്ട് ഗോതമ്പ് നിറവും ചെമ്പിച്ച മുടിയുമൊക്കെ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ ഒരു പ്രത്യേകതയായിരുന്നു നമുക്കറിയാം. ഇപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്കും ഇപ്പോഴും അവരുടെ നിറങ്ങളും ആ മുടിയൊക്കെ കാണാനായിട്ട് ഇതേ രൂപത്തിൽ നമുക്ക് സാധിക്കും. വിശുദ്ധ കന്യാമറിയാമ്മയുടെ ആ രൂപസാദൃശ്യം അവന് വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. കാരണം അവളുടെ ശരീരവും രക്തവും എടുത്താണല്ലോ അവൻ മനുഷ്യാവതാരം ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാദൃശ്യം ഉണ്ടാകും. നിസായിലെ ഗ്രിഗറിയും ജോൺ ക്രിസോസ്റ്റോമും അംബ്രോസും ജെറോമും യേശുവിന് സുന്ദരമായ ആകൃതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നീസായിലെ ഗ്രിഗറി, ജോൺ ക്രിസോസ്റ്റം, അംബ്രോസ്, ജെറോം ഒക്കെ വിശുദ്ധന്മാരാണല്ലോ. അവരും പറയുന്നത് സുന്ദരമായ ആകൃതി കർത്താവിനുണ്ടായിരുന്നു എന്നാണ്. യേശുവിന് ആദത്തിൻ്റെ പുത്രന്മാർക്കുള്ള
അതേ മുഖം തന്നെയായിരുന്നു എന്ന് ദമസ്കോസിലെ യോഹന്നാൻ പറയുന്നു. യേശുവിന് ആദത്തിൻ്റെ പുത്രന്മാർക്കുള്ള അതേ മുഖം തന്നെയായിരുന്നു. ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമുക്ക് നമ്മുടെ രൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കാമെന്ന് പിതാവ് പറഞ്ഞപ്പോഴാണ്. നമ്മുടെ രൂപം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും രൂപം, ഛായ, സാദൃശ്യം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ശരീരമില്ല, പിന്നെ രൂപം എങ്ങനെ ഉണ്ടാവണം? പക്ഷെ പുത്രൻ കാലത്തികമെങ്കിൽ പുത്രൻ മനുഷ്യാവതാരം എടുക്കുമ്പോൾ അവന് പിതാവ് കൊടുക്കാനിരുന്ന ആ ശരീരാകൃതി ആദവന് കൊടുക്കാം എന്ന് പിതാവ് തീരുമാനിച്ചു എന്നാണ് പിതാക്കന്മാരുടെ വ്യാഖ്യാനം. അങ്ങനെയാണ് ആദത്തിന് ആ രൂപം കിട്ടിയത്. അപ്പോൾ മനുഷ്യാവതാരത്തിൽ കർത്താവിന് കൊടുക്കാനിരുന്ന ആ ശരീരം അല്ലെങ്കിൽ ആ ശരീരാകൃതി ആദത്തിന് കൊടുത്തു. ആദാവിൻ്റെ മക്കളായി നമുക്കെല്ലാവർക്കും അതിനോട് സാദൃശ്യമുള്ള ആകൃതിയും കിട്ടി. പക്ഷെ നമുക്ക് കർത്താവിൻ്റെ സൗന്ദര്യവും മുഖഛായയും അല്ലെങ്കിൽ ആ തേജോമയമായ പ്രൗഢിയുള്ള രാജകീയ പ്രഭാവമൊന്നും നമുക്ക് കിട്ടില്ല. എങ്കിലും ആദത്തിൻ്റെ രൂപം അങ്ങനെ ആയിരുന്നു എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഇത്രയും ചില ഐതിഹ്യങ്ങളാണ് ഞാൻ പല പുസ്തകങ്ങളിൽ നിന്ന് കണ്ടെടുത്തത്. സുപ്രിയൻ എന്ന ഒരു മഹാൻ പറയുന്നത്, യേശു പറഞ്ഞിരുന്നത്, നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുക. ഒരു സുപ്രിയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ മഹാൻ പറയുന്നത്, യേശു പറയാണ്, നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുക. ഒരുവൻ തൻ്റെ മുഖം ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ. കാരണം നാമെല്ലാം ദൈവത്തിൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ ഛായയിലും സാദൃശ്യത്തിലുമാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ ശരീരാകൃതി നമുക്ക് ദർശിക്കാൻ സാധിക്കും എന്ന അർത്ഥത്തിലാണ് സുപ്രിയൻ എന്ന മഹാൻ പറയുന്നത്. ചുരുക്കത്തിൽ നമുക്ക് നമ്മളിൽ തന്നെ നമ്മുടെ കർത്താവിനെ കാണാൻ കഴിയട്ടെ. അവൻ്റെ ഇംഗിതമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നാം പറഞ്ഞിട്ടല്ല അവൻ നമ്മെ സൃഷ്ടിച്ചത്. നമ്മോടുള്ള അവൻ്റെ വലിയ അദമ്യമായ സ്നേഹത്തെ പ്രതിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. സകല അട്ടകടാഹങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പ്രപഞ്ചവും പ്രകൃതിയും അതിലെല്ലാ ജീവജാലങ്ങളും കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവസാനം നമുക്കും മനുഷ്യർക്കും അവൻ സൃഷ്ടി തന്നു. അവൻ്റെ ആ ഛായയും സാദൃശ്യവും നമ്മുടെ ആത്മാവിലാണ് കിട്ടിയത്, ശരീരത്തിലല്ല. ശരീരത്തിൻ്റെ ആകൃതി ഉണ്ട്, സമ്മതിക്കണം. പക്ഷേ അവൻ്റെ ബുദ്ധിയും വിവേചനാശക്തിയും ഓർമ്മശക്തിയും ഒക്കെ ആത്മാവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ആദ്യത്തിനെ സൃഷ്ടിക്കുമ്പോൾ തൃത്വദൈവം ആത്മാവായിരുന്നു. അപ്പോൾ അവൻ്റെ ഓർമ്മയും ബുദ്ധിയും ശക്തിയും വിവേചനാശക്തിയും ഒക്കെ നമുക്ക് കിട്ടിയപ്പോഴാണ് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നത്. മറ്റു മൃഗങ്ങൾക്കോ ജീവികൾക്കോ ഒന്നും കിട്ടിയിട്ടില്ല, സംസാരശേഷിയില്ല അവർക്ക്. കാര്യം മൃഗങ്ങളൊക്കെ ചില ആംഗ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായ രീതിയിലുള്ള അവരുടെ കരച്ചിൽ കൊണ്ടോ മറ്റോ കമ്മ്യൂണിക്കേഷൻ നടത്താം. സസ്യങ്ങൾക്ക് സാധിക്കും അത്. പക്ഷെ നമുക്ക് കർത്താവിനോട് സംസാരിക്കാനുള്ള ശക്തി കിട്ടിയത് അത് ആത്മാവിൽ അവൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് കർത്താവിനെ പറ്റി അറിയാൻ പറ്റുന്നത്.
അവൻ വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അവൻ്റെ ക്വാളിറ്റീസ് നമുക്ക് നമ്മുടെ ആത്മാവിൽ തന്നതുകൊണ്ടാണ്. ആ ദൈവത്തെ നമുക്ക് നമ്മിൽ തന്നെ കണ്ടുകൊണ്ട് അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. അതാണ് ഏറ്റവും കരുണീയമായിട്ടുള്ളത്. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.